പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ അഭിയെ ജയിലിലാക്കിയ ദേഷ്യത്തിൽ നമ്മുടെ ആദർശനിട്ട് നല്ലൊരു പണിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ആദർശേട്ടൻ്റെ കാര്യത്തിൽ ഇവിടെ ആരും ഇടപെട്ടിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ആദർശേട്ടൻ ചതിച്ച ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ പോയി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ അനഘയെ കണ്ടിട്ട് അനന്തപുരിയിലോട്ട് അവളെ വരുത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവളെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. നേരിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞ് കേട്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ നവ്യ അനഘയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് നയന സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നവ്യയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? നീ എല്ലാം എന്നോട് പറഞ്ഞിട്ടാണോ പോവാറുള്ളത്? അതുകൊണ്ട് തൽക്കാലം നീ ഇത് അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇനി അനഘയെ കാണാനായിരിക്കുമോ, അല്ലെങ്കിൽ ചേച്ചി അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയായിരുന്നല്ലോ. അവളെ കാണാനായിരിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് നയനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ചേച്ചി ഇപ്പോൾ അതിനൊന്നും തുനിയത്തില്ല. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിലല്ലേ അതിന് തുനിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ നവ്യയാണെങ്കിൽ അനഘയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ തെരഞ്ഞു പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അനഘ എന്നുള്ള പേഷ്യൻറ്റിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അനഘയെ കാണാനുള്ള പെർമിഷനൊക്കെ വാങ്ങിയിട്ട് അനഘയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അനഘയോട് ചോദിക്കുന്നുണ്ട്, അനഘ നിനക്ക് ഇങ്ങനെ കിടന്നാൽ മതിയോ? നിൻ്റെ മോള് സേഫായി എന്നുള്ളത് ഓക്കെ, അതായിരിക്കും നിനക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് അവിടെ നടക്കുന്നത്. തെറ്റ് ചെയ്യാതെ ഇപ്പോൾ നിനക്കിങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലല്ലോ. നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനാണെന്നുണ്ടെങ്കിൽ നീ അവിടെ വന്നിട്ടല്ലേ താമസിക്കേണ്ടത്. നീ എത്രയും പെട്ടെന്ന് അനന്തപുരിയിലോട്ട് വരണം. എന്നിട്ട് ആദർശേട്ടൻ്റെ കള്ളത്തരങ്ങളൊക്കെ നീ പൊളിച്ചടക്കണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ? നീ പെട്ടെന്ന് മൈൻഡ് ഫ്രീ ആക്കി ഉയർത്തെഴുന്നേൽക്കാൻ നോക്ക്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ചെയ്യുന്നുണ്ട്. നിനക്ക് മാറ്റമുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ആദർശ് അവിടെ നല്ല വിള ചമഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് നീ ഇവിടെ കിടന്ന് അനുഭവിക്കുക. ഒരു പെൺകുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അനഘ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വേണ്ട, നീ ഒന്നും പറയാൻ ശ്രമിക്കേണ്ട. സത്യങ്ങളെല്ലാം എനിക്കറിയാം. ചന്തമോള് ആദർശേട്ടൻ്റെ കുഞ്ഞാണ്. പക്ഷെ അത് പുറം ലോകത്തോട് വിളിച്ച് പറയാനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല. തൻ്റെ കുഞ്ഞാനെന്ന് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം പറഞ്ഞ് നടക്കുകയാണ്. അതിനുള്ള ശിക്ഷയൊന്നും അനന്തപുരിക്കാർ അയാൾക്ക് കൊടുക്കുന്നില്ല. അല്ലാത്തതിനൊക്കെ ശിക്ഷ കൊടുക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അഭി ഒരു ചെറിയൊരു തെറ്റ് ചെയ്തതിനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയിരിക്കുന്നത്. അതുപോലുള്ള ഒരു ശിക്ഷയും ആദർശേട്ടന് കൊടുക്കുന്നില്ല. പക്ഷെ നീ നിൻ്റെ ജീവിതം തകർന്നതിന് പ്രതികാരം വീട്ടണം, അതിന് അനന്തപുരിയിലോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അനഘയുടെ വായിൽ നിന്ന് ദേഷ്യത്തിൻ്റെ ആ ഒരു ഭാവത്തിൽ അഭിയുടെ ആ ഒരു പേര് കേൾക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് അഭിയോ? അഭിയെ നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുമ്പം സ്ട്രെയിൻ ചെയ്തിട്ട് ഒടുവിൽ അനഘ നവ്യയോട് പറയുന്നുണ്ട്, ആദർശേട്ടനല്ല തെറ്റ് ചെയ്തത് നിൻ്റെ ഭർത്താവാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കാമുകനായിട്ട് എന്നെ കുറേ കൊണ്ട് നടന്നത് അഭിയാണ്. അഭിക്കും എനിക്കും ഉണ്ടായ കുഞ്ഞാണ് ചന്തമോള്. അല്ലാതെ ആദർശേട്ടൻ ഇതൊരു തെറ്റും ചെയ്തിട്ടില്ല. നിൻ്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ ആ തെറ്റ് ഏറ്റെടുത്ത് നടക്കുന്നത്. അഭി കള്ളത്തരം പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരെയും ചതിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് അഭിയെയാണ് നേരിടേണ്ടത്. അല്ലാതെ നല്ലവനായിട്ടുള്ള ആദർശേട്ടനല്ല. ആദർശേട്ടൻ ഇത്രയും വലിയൊരു കാര്യം ഏറ്റെടുത്ത് സമൂഹത്തിന് മുമ്പിൽ നാറിയിട്ടും ഈ സത്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രത്തോളം നല്ല മനസ്സിന് ഉടമയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ അനഘ നവ്യയോട് പറയുന്നുണ്ട്. പക്ഷേ നവ്യ എന്തിനാണോ വന്നത് അതൊന്നും അല്ലാതെ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് ആകെ ഷോക്കേറ്റ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നവ്യ വിശ്വസിക്കാനാവാതെ നമ്മുടെ അനഘയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിന്നെ അവർ ഏൽപ്പിച്ചതായിരിക്കുമല്ലേ? ഏതായാലും എൻ്റെ ഭർത്താവ് ജയിലിലാണല്ലോ, ഇനി ഇതിൻ്റെ കുറ്റം കൂടെ തലയിൽ ചാർത്താനായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ അനഘയുടെ കൈകൾ താൻ കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പതുക്കെ നീട്ടുന്നുണ്ട്. എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ ഒരു സമയത്താണ് അഭിയോടൊത്തുള്ള കുറേ ഫോട്ടോസ് അതിലുണ്ടായിരുന്നു.
അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് വിശ്വസിക്കാനാവാതെ അഭിയോടുള്ള സ്നേഹം കൊണ്ട് ആദർശിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തുറപ്പിച്ചീട്ടായിട്ട് വന്നതായിരുന്നു നമ്മുടെ നയന. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് അഭിയോടുള്ള ദേഷ്യവും അഭിയെ നേരിടാനും ഒന്നിച്ച് നിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ടിട്ട് നവ്യ ഇറങ്ങുന്നത്. അനഘയെ പോലെ താൻ ചതിക്കുകയാണല്ലോ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, സ്നേഹം അഭിനയിക്കുകയായിരുന്നു, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ട് എന്നെ വഞ്ചിക്കുകയാണ്, എന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തു, ഒരു കുഞ്ഞിനെയും ജനിപ്പിച്ചു, എന്നിട്ട് നല്ലവനായ ആദർശേട്ടനെയും നയനയെയും ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയല്ലോ, ഇതിനൊക്കെ ഈശ്വരൻ എന്നോട് പൊറുക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ നവ്യയുടെ ഉള്ളിലോട്ട് വരികയാണ്. എന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് ഭ്രാന്തിയായിട്ടുള്ളൊരവസ്ഥയിലാണ് നവ്യ ഇപ്പോഴുള്ളത്.